പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളെ ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയമെന്ന് പറയുന്നത് ഒന്ന് ആംചെയർ റിപ്പോർട്ടിംഗ് ആണ്, മറ്റൊന്ന് ഓൺ ദി സ്പോട്ട് റിപ്പോർട്ടിംഗ് ആണ്, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റേറ്റീവ് റിപ്പോർട്ടിംഗ്. അതിനുശേഷം തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന വിഷയം ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിംഗ് ഓപ്പറേഷൻ പ്ലസ് ക്രൈം റിപ്പോർട്ടിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് രീതികളിൽ നിന്നൊക്കെ മാറി പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള കുറേ വാക്കുകൾ തന്നെയാണ്. ഒബ്ജക്റ്റിവിറ്റി, ഫെയർനെസ്, ക്ലാരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ന്യൂസ് സോഴ്സസിനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഒരു പത്രത്തെ, ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നൊക്കെയാണ് അവർക്ക് ന്യൂസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ സോഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഇവർക്ക് ന്യൂസ് കിട്ടാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ, മേഖലകൾ എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്ന വിഷയം ന്യൂസ് ഏജൻസീസ് ആണ്. ഇന്ത്യൻ ന്യൂസ് ഏജൻസീസും ഉണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസീസും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഇത്തിരി വലിയ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് വളരെ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കായിരിക്കും. എനിവേ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോകാം. കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങളെ തന്നെയാണ് നമ്മളൊന്നും കൂടി പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ അല്പം കൂടി പ്രിസൈസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊന്നും കൂടി ഒന്ന് റീകളക്ട് ചെയ്തെടുത്താൽ മതി. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എവറി ന്യൂസ് സ്റ്റോറി ഷുഡ് കണ്ടെയ്ൻ 4 essential elements: accuracy, attribution of source, fairness and objectivity. These 4 factors give credibility to a publication and at the same time demonstrate a reporter's sense of responsibility. ഒരു റിപ്പോർട്ടറുടെ സെൻസിബിലിറ്റിയെ കാണിക്കുന്നതും അയാളുടെ റെസ്പോൺസിബിലിറ്റിയെ മുൻനിർത്തുന്ന ഘടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ 4 എണ്ണം: ആക്യുറസി, ആട്രിബ്യൂഷൻ, ഫെയർനെസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇതിലെ മിക്ക കാര്യങ്ങളും ഒരു റിപ്പോർട്ടർക്ക് വേണ്ട ബേസിക് ക്വാളിറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. മിക്കവാറും എല്ലാം റിപ്പോർട്ടർക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ റിപ്പോർട്ടിങ്ങിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്തരത്തിലാണ് ഈ 4 കാര്യങ്ങൾ ഒരു റിപ്പോർട്ടറുടെ റിപ്പോർട്ടിംഗ് സ്റ്റൈലിലേക്ക് അതിനെ എങ്ങനെ അയാൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിലേക്ക് പോവാണ്. ആക്യുറസി ആണ് ആദ്യത്തെ പോയിന്റ്. ആക്യുറസി: ദ ഫാക്ട് ഇൻ എ സ്റ്റോറി ഷുഡ് ബി കറക്റ്റ് down to the minute detail. A reporter must be precise with every bit of detail of a story. Readers tend to judge a newspaper's credibility by their own experiences with its record of accuracy. News stories with inaccuracy are a sign of lazy reporter. ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന വാർത്തകളും അവർ കൊടുക്കുന്ന വിവരങ്ങളും കൃത്യത എന്ന് പറയുന്നതിൽ നിന്ന് ഒരു തരിമ്പ് പോലും വ്യതിചലിക്കാനായിട്ട് പാടില്ല. കാരണം കൃത്യതയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഒരു മാധ്യമത്തെ ജനങ്ങളുടെ മുൻപിൽ വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ആ സ്ഥാപനത്തിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരതിനെ കൃത്യമായിട്ട്
നോക്കിക്കാണുന്നുണ്ടായിരിക്കും. ഇത് നമ്മളെക്കാൾ ഉപരി ഇത് ശ്രദ്ധിക്കുന്നത് ഈ പത്രസ്ഥാപനത്തെയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ ഓഡിയൻസിന് വേണ്ടിയിട്ടെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ തിരിച്ചടിക്കുക? ഒരു പത്രത്തിൽ കൊടുക്കുന്ന വാർത്തയ്ക്ക് ആക്യുറസി ഇല്ലെങ്കിൽ, കൃത്യതയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ടുള്ള വാർത്തകൾ മറ്റു പലയിടത്തുനിന്നും പ്രേക്ഷകന് കിട്ടുകയും നാളെ മുതൽ നമ്മുടെ പത്രം നുണ പറയുന്ന, കൃത്യമല്ലാത്ത വിവരങ്ങൾ നൽകുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് അവരിത് വായിക്കാൻ തയ്യാറാവുകയും ചെയ്യും, വായിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഒരു കസ്റ്റമറാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഒരു കൃത്യതയുടെ പേരിൽ നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഓരോ റിപ്പോർട്ടറും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് അവരുടെ കയ്യിൽ നിന്നാണ് ഈ കൃത്യതയുടെ കുറവ് സംഭവിക്കുക. സബ് എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വിവരങ്ങളെ എഡിറ്റ് ചെയ്ത് അതിനെ വൃത്തിയാക്കി കുറയ്ക്കേണ്ടത് കുറച്ച്, കൂട്ടേണ്ടത് കൂട്ടി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മാത്രമേ അയാൾക്ക് പറ്റുള്ളൂ. അല്ലാതെ വാർത്തയിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിൽ കൃത്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും സബ് എഡിറ്ററെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടറാണ് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അയാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു പക്ഷേ നാളെ പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, എപ്പോഴും പത്രം എന്ന് പറയുമ്പോൾ മറ്റു മാധ്യമങ്ങളും ഉണ്ടെന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മൾ പത്രത്തിന് ബേസ് ചെയ്തിട്ടാണ് ജേർണലിസം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ജേർണലിസത്തിൻ്റെ തുടക്കം പത്രങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ എപ്പോഴും പറയുമ്പോൾ പത്രം എന്ന് പറയുന്നത്. അതിപ്പോൾ ടി വി ചാനലിലൊരു വാർത്ത കൃത്യതയില്ലാതെ കൊടുത്താൽ, ആക്യുറസി ഇല്ലാതെ കൊടുത്താൽ നാളെ അത് ആ ചാനൽ കാണാൻ ആൾക്കാരെ പ്രേരിപ്പിക്കില്ല. നാച്ചുറലി അവരതിൽ നിന്ന് വിഡ്രോ ചെയ്യും. അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. പത്രം എന്ന് പറയണമെന്നേ ഉള്ളൂ. ആട്രിബ്യൂഷൻ. സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഷുഡ് ബി ആസ് സ്പെസിഫിക് ആസ് പോസിബിൾ. യൂസ് ദ പേഴ്സൺസ് നെയിം ഇഫ് പോസിബിൾ, നോട്ട് മിയർലി എ സ്പോക്സ് പേഴ്സൺ. എ റിപ്പോർട്ടർ ഷുഡ് നോട്ട് invent news source or attribute information to such vague quarter such as an informed source and a confidential observer. The source from which a story's information is obtained must be clearly identified. Failure to do so make a reporter's story suspect. Attribution എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എവിടെ നിന്ന് വാർത്ത കിട്ടി എന്നുള്ള സോഴ്സ് നിങ്ങൾ പരമാവധി വ്യക്തമാക്കണം. അവിടെ പരമാവധി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ സുപ്രീം കോടതി വിളിച്ചിട്ട് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ, സാറേ പറയാൻ താല്പര്യമില്ല, മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ജേർണലിസ്റ്റിന് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ഫ്രീഡമാണ്. ആര് ചോദിച്ചാലും സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അതൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഓക്കെ, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. എങ്കിലും നിങ്ങളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി നിങ്ങളതിനകത്ത് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് വ്യക്തമാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നറിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ നടക്കുകയാണ്. സെലക്ഷൻ കമ്മിറ്റി യോഗം കഴിഞ്ഞ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവരത് അനൗൺസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഏതെങ്കിലും ഒരു താരത്തിന് ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മേനെ ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഉടനടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആരെങ്കിലും അതിനൊരു മറുപടി പറയും. ചില സമയങ്ങളിൽ വാർത്തകളിൽ കാണാം രോഹിത് ശർമ്മയുടെ അസുഖം ഭേദമാവാൻ സമയം കൂടുതലെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് രോഹിത് ശർമ്മയെ ഈ പര്യടനത്തിൽ നിന്നും ഒഴിവാക്കിയതെന്ന് BCCIയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒരു വാർത്തയിൽ കാണുന്ന ചില വാചകങ്ങളുടെ പ്രയോഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഫൈനൽ BCom പരീക്ഷ എന്ന് നടത്തി എന്നതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി യോഗത്തിൽ ധാരണയായില്ല. എങ്കിലും മാർച്ച് 15 ശേഷം എക്സാം ആരംഭിക്കുമെന്ന്
യൂണിവേഴ്സിറ്റിയോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനത്തെ വാർത്തകൾ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു റിപ്പോർട്ടർക്ക് അയാൾ പാലിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ പറഞ്ഞത് ആരാണെന്ന് പറയാൻ ശ്രമിക്കുക മാക്സിമം. യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറാണോ, കൗൺസിൽ മെമ്പറാണോ, എക്സാം കൺട്രോളേഴ്സിൽ ആരെങ്കിലും ആണോ, വൈസ് ചാൻസലറാണോ, വൈസ് ചാൻസലറാണോ, രജിസ്ട്രാറാണോ, ആരാണിത് പറഞ്ഞതെന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മളുടെ റിപ്പോർട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ക്രെഡിബിലിറ്റിയുടെ മറ്റൊരു ഘടകമായിട്ട് കണക്കാക്കും. ഇന്ന ആൾ പറഞ്ഞതിൽ നിന്നാണ് അയാളിത് പറയുന്നത്, അപ്പോൾ ഈ റിപ്പോർട്ട് വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ കള്ളം പറയുന്നവരാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള വാർത്ത കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്നോ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ അല്ലേ? അതുമാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് ദ ഇൻഫർമേഷൻ സോഴ്സ് ഇഫ് പോസിബിൾ. ചില സമയങ്ങളിൽ ചില റിപ്പോർട്ടുകളിൽ പറയും ഇൻഫർമേഷൻ തരുന്ന ആളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് അയാൾ കൃത്യമായിട്ട് പറയും. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഒരു റിപ്പോർട്ടർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇൻഫർമേഷൻ അയാൾ തരുന്ന ആളുടെ പേര് ഒരു കാരണവശാലും പുറത്തു പോകരുത്. ഒരു ജേർണലിസ്റ്റ് നല്ല എത്തിക്സ് ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും പുറത്തു പറയാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻഫർമേഷൻ സോഴ്സ് തന്നെയായിരിക്കും. ഒരിക്കലും പുറത്തു വിടില്ല. കാരണം ആ ഇൻഫർമേഷൻ സോഴ്സ് പുറത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കള്ളക്കടത്ത് നടക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വ്യാജമദ്യം ഒഴുകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കൊടുക്കുന്നു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ ആ റിപ്പോർട്ടിൽ എവിടെ നിന്നാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയതെന്ന് പറയില്ല. കാരണം ഞാനത് പറഞ്ഞ നാളെ പറഞ്ഞു തന്നവന് എന്തെങ്കിലും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇനി അവിടെ നിന്ന് ന്യൂസ് കിട്ടാനുള്ള സാധ്യത ഇല്ലാതാവും. തേർഡ് വൺ, ഫെയർനെസ്. ന്യൂസ് സ്റ്റോറി ഷുഡ് ബി scrupulously fair in their presentation of information. They should never serve the vested interest of group or individuals. When a person criticizes the behavior or opinion of another in a story, basic fairness requires that the person criticized must have an opportunity to respond. ഫെയർനെസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫെയർ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ചൂണ്ടിക്കാണിക്കുന്നതിനും ഒരു ഫെയർനെസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് വളരെ നല്ല രീതിയിൽ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കാടടച്ച് വെടിവെക്കലല്ല. നിങ്ങളുടെ വിമർശനം കൃത്യവും വ്യക്തവുമായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതാം. പക്ഷേ നിങ്ങൾ ആരെയാണോ വിമർശിക്കുന്നത് അയാൾക്ക് കൂടി ഒരു അവസരം കൊടുക്കണം. എന്തിന്? അയാളുടെ മറുപടി പറയാനായിട്ട്. നമ്മൾ പറയാണ് മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്നൊരു റിപ്പോർട്ടിൽ എഴുതിയാൽ അവിടെ മുഖ്യമന്ത്രിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്ത് അഴിമതി ചെയ്തു എന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു അവസരം കൂടി നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങളെപ്പോഴും ഒരാളെ വിമർശിക്കാൻ. അതാണ് റിപ്പോർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഫെയർനെസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടുക, അയാൾ കള്ളനാണ്, നീചനാണ്, വൃത്തികെട്ടവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതി വയ്ക്കാനൊന്നും പാടില്ല. നമുക്ക് അല്പം കൂടി ഫെയർ ലാംഗ്വേജിൽ അതിനെ വിമർശിക്കാനായിട്ട് പറ്റണം. ലാസ്റ്റ് വൺ, ഒബ്ജക്റ്റിവിറ്റി. സത്യസന്ധതയാണ്. അതില്ലാതെ ഒരു റിപ്പോർട്ടിനും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. Writer should strive to keep
their personal opinion out of a news story. In general, readers are unable to detect the reporter's political belief, religious affiliation, or social attitudes. Reporter will have their personal belief, interest, and involvement, but this should not be allowed to creep into a story. At times, reporter will cover events that run contrary to their personal concerns. Here, a reporter should work hard to achieve balance. എപ്പോഴും നിങ്ങളുടെ ഒബ്ജക്റ്റിവിറ്റി കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റണം. സത്യസന്ധത കാത്തു സൂക്ഷിക്കാൻ പറ്റണമെന്ന് പറയാൻ കാരണം, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടേതായിട്ടുള്ള പേഴ്സണൽ ബിലീഫ്സ് ഉണ്ടായിരിക്കും. ചില രാഷ്ട്രീയ പാർട്ടികളോട് ചായ്വുണ്ടായിരിക്കും, ചില വ്യക്തികളോട് പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും, മതവിശ്വാസങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും, ചില നോംസ് ആൻഡ് റെഗുലേഷൻസ് അയാൾക്ക് താല്പര്യമുള്ളതുണ്ടായിരിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അതൊക്കെ വ്യത്യസ്തമായിരിക്കാം, അതൊക്കെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു കാരണവശാലും അതിൻ്റെ എലമെൻറ്റ് കടന്നു വരാനായിട്ട് പാടില്ല. പറഞ്ഞ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒബ്ജക്റ്റിവിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ മതം, നിങ്ങളുടെ പൊളിറ്റിക്സ് ഇതൊന്നും കടന്നു വരാനായിട്ട് പാടില്ല. നിങ്ങൾ എന്താണോ കണ്ടത്, എന്താണോ കേട്ടത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ. ഇതാണ് ബേസിക്കായിട്ടും ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ബിഫോർ എ റിപ്പോർട്ടർ സബ്മിറ്റ് എ സ്റ്റോറി, read through it one more time and ask, is it accurate? Does it have a proper attribution? Is it fair? And is it objective? ഈ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആ 4 ക്വസ്റ്റ്യൻസിനും യെസ് എന്ന് ഉത്തരം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ളൊരു മനസ്സ് റിപ്പോർട്ടർ കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു പ്രിൻസിപ്പാലിറ്റി ഉള്ള, മൊറാലിറ്റി ഉള്ള ഒരു റിപ്പോർട്ടറായിട്ട് മാറാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എവിടെ നിന്നാണ് ഈ വാർത്തകൾ ഇത്രയധികം കിട്ടുന്നത്, അതിനവരാരൊക്കെയാണ് സമീപിക്കുന്നതെന്ന് നോക്കാം. എ ന്യൂസ് പേപ്പർ വിൽ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് ന്യൂസ് സ്റ്റോറി ഈച്ച് എ ഡേ കംപ്രൈസിങ് ഇൻ്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ന്യൂസ്. രാജ്യാന്തര തലത്തിലുള്ളതോ, വിദേശീയ തലത്തിലുള്ളതോ, സംസ്ഥാന തലത്തിലുള്ളതോ, ജില്ലാ തലത്തിലോ, മുനിസിപ്പാലിറ്റി, ലോക്കൽ കമ്മിറ്റികളുടെ തരത്തിലുള്ളതായിട്ടുള്ള പലവിധ വാർത്തകൾ നിറഞ്ഞതാണ് ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ. അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഇറങ്ങുമ്പോൾ ഇത്രയധികം വാർത്തകൾ ഇത്രയധികം സബ് ഡിവിഷനിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? എല്ലാ ലോക്കൽ ബോഡിയിലേക്കും എല്ലാ ഇപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസ് പറഞ്ഞുകൊണ്ടായാൽ ഉടനെ അങ്ങോട്ടേക്കും ആൾക്കാരൊക്കെ പോവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരിതിങ്ങനെ കളക്ട് ചെയ്ത് ഇത്രയധികം ന്യൂസ് ഒരു ദിവസം എത്തിക്കുന്നത്? നിങ്ങൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു പത്രം ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ പത്രത്തിൽ 1200 വാർത്തകളുണ്ടെങ്കിൽ 1000 വാർത്തയെങ്കിലും അഡീഷണല് അതിലിടം പിടിക്കാൻ പറ്റാതെ പുറത്ത് തള്ളപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. 1200 വാർത്ത പത്രത്തിൽ കയറി പറ്റിയെങ്കിൽ 1000 വാർത്തയെങ്കിലും നീക്കി നിർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു വെയിറ്റേജ് കണക്കാക്കുമല്ലോ, ഏത് വായിക്കാനാണ് പ്രേക്ഷകന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ആ വെയിറ്റേജ് നോക്കി തള്ളിക്കളയപ്പെട്ടത് ഏകദേശം സെലക്ട് ചെയ്യപ്പെട്ടതിൻ്റെ തൊട്ടടുത്തോ ചിലപ്പോൾ ചില സമയങ്ങളിൽ അതിനേക്കാൾ കൂടുതലോ വന്നേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പത്രങ്ങൾക്ക് ഇത്രയധികം ന്യൂസ് കിട്ടുന്നത്. ബിസൈഡ് സച്ച് സ്ട്രൈറ്റ് ന്യൂസ് there will also be features, opinion pieces such as columns, reviews, middles, articles, etc. How does a newspaper gather all these stories from across the world? എങ്ങനെയാണ് ലോകം മുഴുവനുള്ള ഈ വാർത്തകൾ ഇവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു? We cannot pinpoint someone or something as the source of news.
ഇന്നതാണ് ഒരു ന്യൂസ് സോഴ്സ് എന്ന് മാത്രമായിട്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിനെയും പറയാനായിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ ഇതാവും, ചില സമയങ്ങളിൽ അതാവും. ഏതാണ് ന്യൂസ് സോഴ്സ് ആയിട്ട് മാറുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വി ഹാവ് ഓർഡിനറി മോറൽസ് ബിക്കമിങ് great heroes all of a sudden. Similarly, great men and women have become fallen heroes and heroines instantly. Unknown places become a hotbed of news stories. There are numerous sources of news for newspaper organization. These are briefly explained below. അപ്പോൾ നമുക്ക് ഒന്നിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒന്നിനെ മാത്രമായിട്ട് ന്യൂസ് സ്റ്റോറി സോഴ്സ് എന്ന് വിളിക്കാനും പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചില ന്യൂസ് സോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിപ്പോർട്ടേഴ്സാണ്. റിപ്പോർട്ടേഴ്സ് ഇല്ലാതെ ഒരു പത്രത്തിനും വാർത്ത കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. റിപ്പോർട്ടേഴ്സ് ആർ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ് പേപ്പർ ഫോർ ന്യൂസ്. ബിഗ് ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള മനോരമ, മാതൃഭൂമി എക്സെട്ര will have a host of staff reporters and liners in all big cities and in the important world capitals. These reporters cover events and send reports to the newspaper headquarters on a regular basis. കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ ഇറങ്ങിപ്പോയ അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും ഇത്ര റിപ്പോർട്ടും കൊണ്ടുവന്നിരിക്കും. അത് ഷുവറാണ്. അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാർഗറ്റാണ്. അതവർ അച്ചീവ് ചെയ്യാതെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ അവർ ഈ അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റിൽ നിന്നും ചിലപ്പോൾ ചിലത് തഴയപ്പെടും, ചിലത് സെലക്ട് ചെയ്യപ്പെടും. ആ തഴയപ്പെടുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം എല്ലാത്തിനെയും ന്യൂസ് പേപ്പറിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി ന്യൂസ് that appear on newspaper are reports filed by the newspaper's own correspondents. They are the foot soldiers of a newspaper. Their reports become news to millions of reading public. പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 1200 വാർത്തകൾ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചുരുങ്ങിയതൊരു 900 വാർത്തയെങ്കിലും കണ്ടെത്തിയതും അതിൻ്റെ റിപ്പോർട്ടേഴ്സും കറസ്പോണ്ടൻസും കൂടി ചേർന്നിട്ടായിരിക്കും. ബാക്കി സോഴ്സുകളിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് എടുക്കുന്നുള്ളൂ. സെക്കൻഡ് വൺ, ന്യൂസ് ഏജൻസീസ്. ന്യൂസ് ഏജൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിദേശ രാജ്യങ്ങളിലുള്ള വാർത്തകൾ ന്യൂസ് ഏജൻസീസ് കളക്ട് ചെയ്ത് ഓരോ പേപ്പറുകൾക്കായിട്ട് അയച്ചു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് ഓരോ പത്രങ്ങളും അവരുടേതായിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ഫീ ആ ന്യൂസ് ഏജൻസിക്ക് കൊടുക്കും. റോയിറ്റേഴ്സ്, PTI, APF പോലെയുള്ള ന്യൂസ് ഏജൻസീസാണ് വളരെ പോപ്പുലറായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ന്യൂസ് ഏജൻസീസ് ആർ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ that collect and distribute news to newspapers. All the news that is printed in a newspaper is not gathered by its reporters. ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാ വാർത്തകളും റിപ്പോർട്ടേഴ്സ് കണ്ടെത്തിയതാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ചിലത് ന്യൂസ് ഏജൻസീസിൻ്റെ ഉണ്ടാവും, ചിലത് മറ്റു സോഴ്സുകളിൽ നിന്നുണ്ടാവും. മറ്റു സോഴ്സുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എ മേജർ സോഴ്സ് ഓഫ് ന്യൂസ് ഫോർ എ ന്യൂസ് പേപ്പർ ഈസ് ന്യൂസ് ഏജൻസീസ് ഓർ wire agencies. Such stories are given credit lines PTI, UNI, Reuters, AP, AFP, TASS and Xinhua, Kyodo, etc. along with the date line of the story. In some stories, the name of the news agency will be specifically mentioned, such as reports PTI, according to Reuters, etc. ഒരു ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിവസത്തെ വാർത്തകളിൽ ഒരു 80-85% വാർത്തകളും റിപ്പോർട്ടേഴ്സ് കൊണ്ടുവരുന്നതാണെങ്കിൽ ചുരുങ്ങിയതൊരു 5% വാർത്തയെങ്കിലും ന്യൂസ് ഏജൻസീസ് കൊടുക്കുന്നതാണ്. കാരണം വിദേശത്തു നിന്നും കിട്ടുന്ന വാർത്തകളിൽ ബഹുഭൂരിപക്ഷം ന്യൂസ് ഏജൻസീസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. കാരണം ഓരോ വിദേശ രാജ്യത്തേക്കും അവിടുത്തെ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര റിപ്പോർട്ടേഴ്സിനെ അയക്കാൻ
ഒരു മീഡിയയ്ക്കും പറ്റില്ല. അതിപ്പോൾ ഹിന്ദുവിനൊന്നല്ല, ടൈംസ് ഓഫ് ഇന്ത്യയ്ക്കെന്നല്ല, ആർക്കും പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ന്യൂസ് ഏജൻസികളോട് അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പോൾ അവർ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഓരോ ന്യൂസ് പേപ്പറിനും ഇവരുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ നിന്നും മലയാളികൾക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രമേ മലയാളികൾ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അതിങ്ങനെ വെറുതെ വന്നുകൊണ്ടിരിക്കുന്നു മാത്രം. ന്യൂസ് ഏജൻസീസ് ഹാവ് ലാർജ് നെറ്റ്വർക്ക് ഓഫ് ടെലിപ്രിൻ്റർ സർക്യൂട്ട്സ് connected hundreds of cities and towns from where their reporters gather news. ന്യൂസ് ഏജൻസി പല സ്ഥലങ്ങളിലും അവരുടെ റിപ്പോർട്ടേഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ തൃശ്ശൂരത്തെ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന കോളമെങ്കിൽ ആ പ്രാദേശികത്തിൽ ഷൂട്ടാവുന്ന തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തകൾ തന്നെ അയാൾ കണ്ടെത്തണം. ന്യൂസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടന്നാലും അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. താല്പര്യമുള്ളവർ ന്യൂസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ കളക്ട് ചെയ്യും. പക്ഷേ ന്യൂസ് ഏജൻസി തരുന്ന വാർത്തകളോ ചിത്രങ്ങളോ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ പേര് അതിൽ കാണിക്കണം. ഒന്നെങ്കിൽ കടപ്പാട് എന്ന് പറഞ്ഞിട്ട് അവസാനം എഴുതണം, അല്ലെങ്കിൽ തുടക്കത്തിലോ ചില സമയങ്ങളിൽ റിപ്പോർട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനുള്ളിൽ തന്നെ ചില ന്യൂസ് ഏജൻസീസിൻ്റെ പേര് കടന്നു വരാറുണ്ട്. റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖത്തിൽ നിന്ന് റോയിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ ഹാവ് മെയ്ഡ് പോസിബിൾ ഫാസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് റിപ്പോർട്ട്സ് ആൻഡ് ഫോട്ടോസ് ഫ്രം വൺ കോർണർ ഓഫ് ദി എർത്ത് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ ഫാസ്റ്റ് ആക്കാനായിട്ട് സഹായിച്ചു എന്നാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ദെൻ ഇലക്ട്രോണിക് മീഡിയ. ന്യൂസ് പേപ്പറിന് വാർത്ത കിട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രോണിക് മീഡിയ. എങ്ങനെയാണെന്ന് നോക്കാം. നെയ്മിലി ടെലിവിഷൻ ചാനൽ ആൻഡ് റേഡിയോ സ്റ്റേഷൻ ആർ ഓൾസോ എ സോഴ്സ് ഓഫ് ന്യൂസ് ഫോർ എ ന്യൂസ് പേപ്പർ. Electronic media might provide important news breaks. Almost all newspapers have a provision for monitoring to check whether they have all important news items. Such monitoring can be of a great help to a newspaper. ചില സമയങ്ങളിൽ ന്യൂസ് പേപ്പറിന് വാർത്ത കണ്ടെത്താനായിട്ട് മറ്റു മീഡിയകൾ സഹായിക്കാറുണ്ട്. കാരണം അവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, അതിന് എക്സ്ക്ലൂസീവ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അപ്ഡേഷനുകൾ, അവർ അപ്ഡേറ്റ് ചെയ്ത പുതുമയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിന് കൊടുക്കാനായിട്ട് പറ്റും. ഇവർ പറഞ്ഞതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ പിന്നെ അവർക്കുള്ളൂ. കാരണം അവർ വളരെ ഫാസ്റ്റായിട്ട് വാർത്തകൾ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അടുത്ത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പേര് മാറ്റാൻ ശ്രമിച്ചു. അതിനെ ന്യായീകരിക്കുന്നവരും അതിനെ എതിർക്കുന്നവരുമായിട്ട് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. നമ്മളുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അദ്ദേഹം ചോദിക്കുക, നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരിട്ടിരിക്കുന്നു, നെഹ്റുവും വള്ളംകളിയും തമ്മിൽ എന്താ ബന്ധം? നെഹ്റു തഹസിൽദാരനായിരുന്നു, എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ പങ്കെടുത്തവരുടെ പേരിലാണോ നമ്മളെല്ലാം ചെയ്യുന്നത്? എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ പേരിലും രാജീവ് ഗാന്ധിയുടെ പേരിലൊക്കെ സ്റ്റേഡിയം പണിയുന്നത് അവരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ടും ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ടാണ്. ഇത്രയും മണ്ടത്തരം ചോദിക്കുക എന്ന് പറയുമ്പോൾ അവരെന്നിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് മാറ്റി ദീൻ ദയാൽ ഉപാധ്യായ. അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളുടെ പേരിൽ നടത്താനായിട്ട് ശ്രമിക്കുക. യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരിടാൻ കാരണം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അമിത താല്പര്യവും കോൺഗ്രസിൻ്റെ ആ ഒരു മുഖമുദ്ര ഇന്ത്യയിലെ എല്ലാ മത്സരങ്ങളിലും വരണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. പക്ഷെ ദീൻ ദയാൽ ഉപാധ്യായെ പോലെ ഒരാളൊക്കെ
ഇത്രമേൽ ആരാധ്യനാക്കി മാറ്റേണ്ട കാര്യം എന്താണുള്ളത്? അതിനു മാത്രം വലിയ കോൺട്രിബ്യൂഷനൊന്നും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പ്രസ് റിലീസസ് എപ്പോഴും പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നത് തന്നെയാണ്, മറ്റു മീഡിയകൾക്കും വേണ്ടി ഇറക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവരെ അറിയിക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഇറക്കുന്നതിനെയാണ് പ്രസ് റിലീസ് എന്ന് പറയുന്നത്. പ്രസ് നോട്ട്, പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രസ് ഹാൻഡ് ഔട്ട് all mean the same thing. It is a statement given to the press on behalf of the government, political party, organization or of an individual. It is an important source of newspaper for news. അതായത് ചില കാര്യങ്ങളിൽ ചില വ്യക്തികളോ ചില ഗ്രൂപ്പുകളോ ചില സ്ഥാപനങ്ങളോ എടുത്ത തീരുമാനങ്ങൾ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് റിലീസസ് ഇറക്കുന്നത്. അറിയിപ്പ് പോലെ തന്നെയാണ് പ്രസ് റിലീസ്. അത് ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കാം, ചിലപ്പോൾ ചില സമയങ്ങളിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം, ചില സമയങ്ങളിൽ ഹാൻഡ് ഔട്ട്സ് ആയിട്ട് കൊടുത്തയക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പ്രസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രസ്സിലൂടെ ഒരുപാട് ജനങ്ങൾ ഈ കാര്യം അറിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ് റിലീസുകൾ തയ്യാറാക്കുന്നത്. ദെൻ പ്രസ് കോൺഫറൻസ്, അത് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. മന്ത്രിമാരും പ്രമുഖരായിട്ടുള്ള വ്യക്തികളും കുറേ മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വിളിച്ചിരുത്തും, എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിനെയാണ് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. പ്രസ് കോൺഫറൻസ് ആൻഡ് മീറ്റ് ദ പ്രസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ന്യൂസ്. ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്, ഡിക്ലറേഷൻ ഓഫ് അവാർഡ്സ്, റെസിഗ്നേഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് എക്സെട്ര മൈറ്റ് ബി ദെയർ ഇൻ എ പ്രസ് ബ്രീഫിംഗ്. വളരെ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ് WCCO മറ്റോ വുമൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ, അമ്മയിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന ആക്ട്രസുകളുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടന ഇടയ്ക്കിടയ്ക്ക് പ്രസ് മീറ്റിംഗ് നടത്തും. പ്രസ് കോൺഫറൻസിൽ മെയിനായിട്ടും മോഹൻലാൽ ഞങ്ങളെ നടിമാരെന്ന് വിളിച്ചു, സിദ്ദിഖ് ഞങ്ങളെ കണ്ടിട്ട് ചിരിക്കാതെ നടന്നുപോയി, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വലിയ വിഭാഗം ഇപ്പോഴും അമ്മയിലുണ്ട്, എന്തുകൊണ്ട് ദിലീപിനെതിരെ നടപടിയെടുക്കാൻ അമ്മ തയ്യാറാവുന്നില്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ പലപ്പോഴും പലരും പ്രസ് കോൺഫറൻസ് വിളിക്കാറുണ്ട്. പാർലമെൻറ്റ്, ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് സിവിക് ബോഡീസ് വെൻ in session become major source of news. Important decisions are announced, debated and voted in these assemblies. Courts also are source of news. Proceedings of sensational cases and important judgment by High Court and Supreme Court come in the news. കോർട്ടുകൾ, പോലീസ് സ്റ്റേഷനുകൾ, പിന്നെ പാർലമെൻറ്റിൽ മറ്റ് ലെജിസ്ലേറ്റീവ് ബോഡീസ്, ഇവിടെയൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വാർത്തയായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. പാർലമെൻറ്റ് ഇങ്ങനെ തീരുമാനിച്ചു, നിയമസഭയിൽ ഇന്ന ബില്ല് പാസ്സായി, തർക്കം നടന്നു, പുതിയ പ്രമേയം അവതരിപ്പിച്ചു, അതിന് ഇത്ര പേര് അനുകൂലിച്ചു, ഇത്ര പേര് എതിർത്തു, കോടതിയിൽ നടന്ന കേസിൻ്റെ വിസ്താരത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്തയായി വരാൻ തക്ക രീതിയിലേക്ക് വാല്യൂ ഉള്ളതാണ്. കോൺഫറൻസ്, മീറ്റിംഗ്, സെമിനാർസ് ആൻഡ് സിംപോസിയ എക്സെട്ര ആർ ഓൾസോ ന്യൂസ് സോഴ്സസ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ക്യാൻ ബി അനൗൺസ്ഡ് ഇൻ സച്ച് മീറ്റിംഗ്സ്. സിമിലർലി റിസർച്ച് ഫൈൻഡിംഗ് ആൻഡ് ഡിസ്കവറീസ് could be put forward in such meetings. മീറ്റിംഗ്സ്, കോൺഫറൻസ് എന്ന് പറയുന്നതും പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഒരു വലിയ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ കോൺഫറൻസുകളും മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാറ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പറിനെന്നല്ല ഒരു മാധ്യമത്തിനും വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ഒരുപാട് വാർത്തകൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ് ന്യൂസ് ഏജൻസീസ് കാര്യക്ഷമമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ന്യൂസുകൾ ഇന്ന് പേപ്പറിൽ കാണുന്ന പല ന്യൂസുകളും പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നതിന് അല്പനിമിഷം മുൻപ് മാത്രം ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുള്ള വാർത്തകളായിരിക്കും. അതിനു പോലും പ്രാധാന്യം കൊടുത്ത് അതിനെ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട്
ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് പറ്റണം. അതിനിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു ന്യൂസ് പേപ്പറിനും ഒരു മാധ്യമത്തിനും ഒരു ന്യൂസ് ഏജൻസിക്കും ഇന്ന് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻ്റർനെറ്റ് ഹാസ് ബിക്കം an important online source for all media professionals. Police station, fire station, party headquarters, medical college, university, etc. are also news sources. ഇൻ്റർനെറ്റ് കൂടാതെ ഈ പറഞ്ഞവരൊക്കെ, പോലീസ് സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഫയർ സ്റ്റേഷൻ ആയാലും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ആയാലും, പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചു, പാർട്ടി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു, യൂണിറ്റ് കമ്മിറ്റികളെ പിരിച്ചുവിട്ടു, ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും പിറ്റേ ദിവസത്തെ വാർത്തയായിട്ട് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഫോർ ആൻ അലേർട്ട് ആൻഡ് കമ്മിറ്റഡ് ജേർണലിസ്റ്റ് എനിത്തിങ് ആൻഡ് എനിബഡി കുഡ് ബി പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ന്യൂസ്. ഒരു നല്ല റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തും ന്യൂസ് സോഴ്സാക്കി മാറ്റാനായിട്ട് പറ്റും. ഈവൺ അയാളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോലും അയാൾക്ക് ന്യൂസ് സോഴ്സാക്കി മാറ്റാനായിട്ട് പറ്റും. നമ്മളതിനെ എങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ന്യൂസ് സോഴ്സുകളുടെ എണ്ണവും ന്യൂസിൻ്റെ എണ്ണവും എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മെയിൻ ടോപ്പിക്സാണ് ചർച്ച ചെയ്തത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിങ്ങും 2 ന്യൂസ് സോഴ്സസും. അതിൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ആക്യുറസിയാണ്, രണ്ടാമത്തേത് ആട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ സോഴ്സ്, മൂന്നാമത്തേത് ഫെയർനെസ് ആണ്, നാലാമത്തേത് ഒബ്ജക്റ്റിവിറ്റിയാണ്. ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ട ടോപ്പിക്കാണ് ന്യൂസ് സോഴ്സസ്. എവിടെ നിന്നാണ് പത്രങ്ങൾക്ക് ഇത്രയധികം ന്യൂസുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്ന് അവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിനവർക്ക് സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാരൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് സോഴ്സസിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ഇല്ലാതെ പത്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. റിപ്പോർട്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ബഹുഭൂരിപക്ഷം വാർത്തകളാണ് പിറ്റേ ദിവസം വാർത്തയായിട്ട് പത്രത്തിൽ വരുന്നത്. രണ്ടാമത് സഹായിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ന്യൂസ് ഏജൻസീസ്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസുകൾ കവർ ചെയ്യാൻ ഓരോ പത്രത്തിനും ലഭ്യമായ കറസ്പോണ്ടൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് ന്യൂസ് ഏജൻസി അവർക്ക് കിട്ടിയ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ വാർത്തകൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് പബ്ലിഷ് ചെയ്യുമ്പോൾ അവരുടെ ബൈലൈൻ കൂടി കൊടുക്കാനായിട്ട് മറക്കാതിരിക്കണമെന്ന് മാത്രം അങ്ങനെ ചെയ്യുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് ന്യൂസ് ഏജൻസീസും ഒരു ന്യൂസ് സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇലക്ട്രോണിക് മീഡിയ ഏതുമാവാം, ടി വി ആവാം, റേഡിയോ ആവാം, ഏത് മാധ്യമം ഉപയോഗിച്ചിട്ടായാലും ന്യൂസുകൾ പുതിയത് കണ്ടെത്താനായിട്ട് പത്രത്തിന് അത് സഹായകരമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. പ്രസ് റിലീസും പ്രസ് കോൺഫറൻസും ഏകദേശം തുല്യമാണ്. പ്രസ് റിലീസ് റിട്ടൺ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഡോക്യുമെൻറ്റോ ആയിട്ട് പ്രസ്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. അതേസമയം പ്രസ് കോൺഫറൻസ് അവരെ വിളിച്ചു ചേർത്ത് അവരുമായിട്ടൊരു ആശയ സംവദനത്തിനുള്ള വേദി ഒരുക്കുകയാണ് ചെയ്യുന്നത്. പാർലമെൻറ്റ്, ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് സിവിക് ബോഡീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കോടതി, പാർലമെൻറ്റ്, നിയമസഭ എല്ലാം അതിനകത്ത് പെടുന്നു. ദെൻ കോൺഫറൻസ്, മീറ്റിംഗ്, സെമിനാർസ്, സിംപോസിയം, ഇതിലേത് വേണമെങ്കിലും പല സമയങ്ങളിൽ ന്യൂസ് സോഴ്സായിട്ട് മാറാനും ന്യൂസ് സോഴ്സ് അല്ലാതാവാനും ഒക്കെ സാധ്യതയുള്ള മേഖലകളാണ്. ദെൻ ലാസ്റ്റ് വൺ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ട് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യൂസ് സോഴ്സ് തന്നെയാണ്. പിന്നെ ആർക്കും എപ്പോഴും ന്യൂസ് സോഴ്സായിട്ട് മാറാനുള്ള സാഹചര്യവും സാധ്യതകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കുള്ളത് ന്യൂസ് ഏജൻസീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ന്യൂസ് ഏജൻസി എന്താണെന്ന്. ന്യൂസ് കളക്ട് ചെയ്യാനും അത് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ആയാലും കളക്ട് ചെയ്ത് അവരുടെ നിശ്ചിത സബ്സ്ക്രൈബേഴ്സ് ഫീ അടയ്ക്കുന്നവർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. ന്യൂസ് ഏജൻസീസിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ കൂടി ചേർത്തിട്ടാണ് ഒരു ദിവസത്തെ പത്രം അല്ലെങ്കിൽ ഓരോ മീഡിയകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ന്യൂസ് ഏജൻസീസുമുണ്ട്. എല്ലാവരെയും നമുക്ക് പരിചയപ്പെടണം. കാരണം അവരെ കൂടി പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ആ ചാപ്റ്റർ അങ്ങനെ തന്നെ തീർക്കാനായിട്ട് സാധിക്കണം. ഇത്തിരി ടൈം ലെങ്തി ആയാൽ പോലും നമ്മളത് ആ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കുമെന്ന് നിങ്ങളോട് ഞാൻ ഇപ്പോഴേ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.